ചെമ്പൂരുള്ള ഒരു മോളുടെ കല്യാണത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ മാസം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒക്ടോബർ 2, ഇന്ന് ആ മോളുടെ കല്യാണമായിരുന്നു. സത്യം പറഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേരുടെ സഹായം ഉണ്ടായി. പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് രാഗിയും ബിന്ദുജയും, എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ണിയുടെ വൈഫാണ്. അപ്പോൾ അവർക്ക് പേയുടെ ഒരു മേക്കപ്പ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞ്, ചേട്ടാ മേക്കപ്പിൻ്റെ കാര്യം വേറെ ഇനി നോക്കണ്ട, ഞങ്ങൾ ചെയ്തുതരാം. അതുപോലെ തന്നെ ബ്ലാക്ക് ഗോൾഡ് കോസ്റ്റ്യൂം, അവർ പെൺകുട്ടിക്ക് തലേദിവസം ഇടാനുള്ള ഡ്രസ്സും അവളുടെ അനിയത്തിക്ക് ഇടാനുള്ള ഡ്രസ്സും അപ്പോൾ തന്നെ അവർ ഓക്കെ പറഞ്ഞ് കൊണ്ടുതന്നു. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് മിസ് ഇന്ത്യയിലെ ഹർഷേച്ചി സ്പോട്ടിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിടാ, ആ മോൾക്ക് കല്യാണത്തിനിടാനുള്ള ഗൗണെല്ലാം ഞാൻ തരാം. സത്യം പറഞ്ഞ ചേച്ചി അതിനുവേണ്ടി എന്നെ വിളിച്ചു വരുത്തി അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ആ മോൾക്ക് തന്നു. അതുപോലെ തന്നെ കോൺഫിഡൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എൻ്റെ സുഹൃത്തുക്കളാണ് രതീഷൊക്കെ. അപ്പോൾ അവർ പച്ചക്കറികളെല്ലാം അവരുടെ കണക്കായിട്ട് അവരെടുത്ത് തന്നു. നിങ്ങളുടെ അടുത്തൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദൈവമായിട്ടാണ് എന്നെ ഈ വീട്ടിലെത്തിച്ചത്. കൃത്യമായിട്ട് ദൈവം ഓരോരുത്തരിലൂടെ ഇടപെട്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഒപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ കല്യാണം നടക്കുന്ന സമയത്ത് ആരാരും ഇല്ലാത്ത ഓർഫനേജിലേക്ക് കഴിയണ കുറേ പേർക്ക് ആഹാരം കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഏതാണ്ട് 470 പേർക്ക് ആഹാരം കൊണ്ടുകൊടുക്കാൻ ഇന്ന് ദൈവം വലിയൊരു അവസരം തന്നു. ഒരു കോൺഗ്രസ്സുകാരിയാണ് ഇവിടുത്തെ മെമ്പർ. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, എല്ലാ മാസവും ഇവരാണ് ഇവിടെ അരി സാധനങ്ങൾ കൊടുക്കുന്നത്. പച്ചക്കള്ളം. 26 വർഷമായിട്ട് ഈ വീട്ടിൽ ബാത്റൂം ഇല്ല. ഇന്നലെ ഇന്ന് ഞാൻ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. ഇവർ പാവപ്പെട്ടവരായതുകൊണ്ട് അവർ വന്നിട്ടേ ഇല്ല. കൊറോണ സമയത്ത് ഒരു ദിവസം ഒരു കിറ്റ് കൊണ്ടുകൊടുത്ത് 5 വർഷവും ഈ കിറ്റിൻ്റെ പേരിലാണ് ഇവരിവിടെ വന്ന് തള്ളി മറിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും സഹായം കിട്ടുന്ന സമയത്ത് അങ്ങനെയുള്ള വീഡിയോകളിൽ നിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് വീമ്പിളക്കാതിരിക്കുക. ഈ വീട്ടിൽ ബാത്റൂമില്ല. എന്തായാലും 2 ബാത്റൂം ഇന്നത്തെ ദിവസം എനിക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഇതിനു വേണ്ടി സഹായിച്ച എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഞാൻ പേര് പറയേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ. എന്തായാലും ഒരുപാട് നന്ദി. ഒപ്പം ഈ സഹായിച്ച എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന 100% ആവശ്യമുണ്ട്. റോട്ടറി ക്ലബ്ബിലെ തിരുവനന്തപുരം ഈസ്റ്റിലെ ശ്യാമണനും അനിയനും പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെയാണ്. അവർ വന്ന് ഞാൻ ഇങ്ങനെ സ്വർണ്ണം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു കമ്മലും വാങ്ങിച്ചുകൊണ്ട് വന്ന് എന്തായാലും ആ കല്യാണ സമയത്ത് എൻ്റെ മോൾക്ക് കൊടുത്ത്. പക്ഷേ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവരുടെ പാർട്ടിസിപ്പേഷൻ. കാരണം ഈ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ വന്ന് ഒരു കല്യാണം ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്ത് പറയും, ഇവിടുത്തെ മെമ്പറിൻ്റെയൊക്കെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഞങ്ങൾ തന്നെ ഇവിടെ വന്ന് വിളമ്പി കൊടുത്ത് അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു. പക്ഷേ അതിലൊന്നും എനിക്കില്ല. കാരണം ദൈവം ഒരു കാര്യത്തിന് വേണ്ടി നമ്മളെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവം കൃത്യമായിട്ടത് ചെയ്തു തീർക്കാനുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തരും. എന്തായാലും ഒരുപാട് നേതാക്കന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ നമ്മൾ അണ്ണന്മാരൊക്കെയാണ്, ഒരുപാട് പേര്. എന്തായാലും അവർക്കൊക്കെ ഒരുപാട് നന്ദി. ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഈ കല്യാണത്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടേ ഒരു തരി ചോറ് പോലും വെറുതെ കളയാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വാർപ്പ് വരെ ക്ലീൻ ചെയ്ത് ഞാനും അജിസണ്ണും കൂടെ 3:30 മണിക്കാണ് ചോറ് കഴിച്ചത്.